الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അഖില പ്രപഞ്ചത്തിന്റെയും അധിപനായ അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും സന്തോഷത്തോടുകൂടി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ആരംഭിച്ചു. ഖുറൈശികൾ നാനാ ഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ റസൂലിനെ ആക്രമിക്കാൻ തുടങ്ങി. പല രൂപത്തിൽ പല രീതിയിലും അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തിന് കൂച്ചുവിലങ്ങിടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഏതൊക്കെ വഴിയിൽ ആ മുന്നേറ്റം തടയാനൊക്കുമോ അവർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. മക്ക കാലഘട്ടത്തിലെ ആദ്യത്തെ ചിത്രം അതാ, പ്രബോധനം തുടങ്ങിയതിനു ശേഷം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയെങ്കിലും തളർത്താൻ ഖുറൈശികളിൽ ചിലർ ജൂതന്മാരടുക്കലേക്ക് ചിലരെ പറഞ്ഞയച്ചു, ജൂത പുരോഹിതന്മാരടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം, നമുക്ക് മുഹമ്മദിനോട് ചോദിക്കാൻ, നമുക്ക് മുഹമ്മദിനൊന്ന് പരീക്ഷിക്കാൻ, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്നും പറഞ്ഞ്
നാം ഇതുവരെ ആരാധിച്ചു പോന്നിരുന്ന, നാം ഇതുവരെ നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്ന, നമ്മൾ വഴിപാടുകൾ നടത്തിയിരുന്ന, നേർച്ചകൾ ചെയ്തിരുന്ന, ഇത്രയും കാലം ബഹുമാനത്തോടുകൂടി നമ്മൾ കണ്ടിരുന്ന കഅബാലയത്തിൽ ഉള്ള നമ്മളുടെ ജാറങ്ങൾക്കെതിരെ മുഹമ്മദ് സംസാരിക്കുമ്പോൾ മുഹമ്മദിനെ നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കണം. അതായിരുന്നു ഖുറൈശികളുടെ തന്ത്രം. അതുകൊണ്ട് തന്നെ ജൂത പുരോഹിതന്മാർ അടുക്കൽ പോയിട്ട് ചില ചോദ്യങ്ങൾ നിങ്ങൾ വാങ്ങിയിട്ട് വരണം മുഹമ്മദിനോട് നമുക്ക് ചോദിക്കാൻ. അങ്ങനെ അവർ പോയി. അവർക്കറിയാം ജൂതന്മാർ അവർ അറിവുള്ളവരാണ്. ക്രിസ്ത്യൻ പുരോഹിതന്മാർ അവർ അറിവുള്ളവരാണ്. ഇഞ്ചീലിലും തൗറാത്തിലും അഗാധമായി പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജൂതന്മാരിൽ നിന്നും അവർ ചില ചോദ്യങ്ങളുമായിട്ട് വന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക്. ഒന്നാമത്തെ ചോദ്യം അവർ ചോദിച്ചത്, മുഹമ്മദ് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് നമുക്ക് പറഞ്ഞതാ. ആ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാവാസികൾ. ഒരുപാട് വർഷക്കാലം ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ഗുഹാവാസികൾ അന്ന് വലിയ ചർച്ചയാണ്. അത്ഭുതകരമായി ആളുകൾ കണ്ടു. ജൂതന്മാർക്കും അതറിയാം, ക്രിസ്ത്യാനികൾക്കും അതറിയാം. ആ ചരിത്രത്തെ അറിഞ്ഞവരും പഠിച്ചവരുമാണവർ. വലിയ അത്ഭുതത്തോടുകൂടി ആ വിഷയത്തെ അവർ കണ്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്കത് ചോദിക്കണം. മുഹമ്മദിന് ഇതിനെക്കുറിച്ച് വല്ല അറിവുമുണ്ടോ? രണ്ടാമത് അവർ ചോദിച്ചത് ദുൽഖർനൈനെ കുറിച്ച് ചോദിച്ചു. മൂന്നാമത് അവർ ചോദിച്ചത് മുഹമ്മദ്, അവർ നിന്നോട് റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. എന്താണ് റൂഹ്? മനുഷ്യന്റെ ശരീരത്തിലുള്ള റൂഹ് എന്താണ്? ഈ മൂന്ന് ചോദ്യങ്ങൾ ജൂതന്മാരടുക്കൽ നിന്നും ഇവർ വാങ്ങിക്കൊണ്ടുവന്ന അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി കൊടുത്തു. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ അയച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന് അസ്ഹാബുൽ കഹ്ഫിനെ വിശദീകരിച്ചു കൊടുത്തു. അല്ലാഹു പറഞ്ഞു, മുഹമ്മദ്, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. മുഹമ്മദ്, സത്യസന്ധമായിട്ട് എന്താണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് ഞാൻ നിനക്ക് വിവരിച്ചു തരാം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. സത്യസന്ധമായിട്ട് അവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നഹും ഫിത്യത്തുൻ, അവരൊരു പറ്റം യുവാക്കളായിരുന്നു. ആമനു, അവർ വിശ്വസിച്ചവരായ ഒരു പറ്റം യുവാക്കൾ. ബിറബ്ബിഹിം, അവരുടെ റബ്ബിനെ വിശ്വസിച്ചവർ. വസിദ്നാഹും ഹുദാ, അവർക്ക് സന്മാർഗം നാം അധികരിപ്പിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഒരു കൂട്ടം യുവാക്കളാണ് അവർ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ് കാര്യമായിട്ട്. അവർ താങ്കളുടെ അടുക്കൽ വന്നിട്ട് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിക്കാണ്. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിനാ അജബ. മുഹമ്മദേ, അസ്ഹാബുൽ കഹ്ഫും റഖീമുകാരും അവർ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വലിയ അത്ഭുതമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അത് ചെറുത്. എന്താ പറയാ, അത് ചെറുത് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലിയ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റേതുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പതിനേക്കാൾ ഭയാനകമാണ് ചിന്തിക്കുന്നവർക്ക്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരലോകത്തെ നിഷേധിച്ച ശത്രുക്കളോട് അല്ലാഹു പറയുന്നുണ്ട്, മനുഷ്യൻ മരിച്ച് മണ്ണായി ധൂളികളായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു ആ മനുഷ്യനെ എങ്ങനെയാണ് ആഖിറത്തിൽ കൊണ്ടുവരിക എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിഹസിച്ചു. ഉബയ്യ് ഇബ്നു ഖലഫ് മരുഭൂമിയിൽ നിന്നും കിട്ടിയ ഒരു ഒട്ടകത്തിന്റെ പൊടിപൊടിയായ ഇല്ലിന്റെ കഷ്ണത്തെ എടുത്തു വന്ന് മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നും കൈകൊണ്ട് പൊടിച്ചു. എന്നിട്ട് ആ പൊടി ഊതി കാറ്റത്ത് പാറ്റി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മുഹമ്മദേ, നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഈ ദ്രവിച്ചു പോയ ധൂളികളായി കാറ്റത്ത് പറന്നുപോയ ഈ അസ്ഥിശകലങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കുകയോ വീണ്ടും പുതിയതായ ഒരു ജീവിയായിട്ട് കൊണ്ടുവരികയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിച്ചു ഉബയ്യ് ഇബ്നു ഖലഫ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി നബി അവനോട് പറ, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ. ഒന്നുമല്ലാത്ത സമയത്ത് അതിനെ ആദ്യം സൃഷ്ടിച്ചത് ആരാണോ അവൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ തരത്തിലുള്ള സൃഷ്ടി കലകളും അറിയുന്നവനാണെന്ന് പറ മുഹമ്മദ് അവനോട്. എല്ലാവരും സൃഷ്ടിപ്പിനെ കുറിച്ച് ചോദിച്ചു. അല്ലാഹു പറഞ്ഞു, അഅൻതും മനുഷ്യരെ, അഅൻതും നിങ്ങളാണോ അശദ്ദു ഖൽഖൻ, അല്ലാഹുവിന്റെ വലിയ സൃഷ്ടി? നിങ്ങളാണോ അല്ലാഹുവിന്റെ വലിയ സൃഷ്ടി? അശദ്ദു ഖൽഖൻ അമിസ്സമാ, അതിൽ ആകാശാണോ? ബനാഹ, ഞാൻ അതിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാ, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ, നിങ്ങളാണോ ഈ ഭൂമിയുടെ പുറന്തോട്ടിൽ, ഈ പ്രവിശാലമായി കിടക്കുന്ന ഭൂമിയുടെ പുറന്തോട്ടിൽ ഒരു കോല് പോലെ നടന്നു നീങ്ങുന്ന നിങ്ങളാണോ അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ ഭയാനകം? ബനാഹ, ആകാശത്തെ സൃഷ്ടിച്ചവനാണ് ഞാൻ. തട്ടാതെ മുട്ടാതെ സഞ്ചരിക്കുന്ന ഗോളങ്ങളെ സൃഷ്ടിച്ചവനാണ് ഞാൻ. ഗാലക്സികൾ കടന്ന് മനുഷ്യന്റെ പഠനമെത്താത്ത ലോകങ്ങളോടെ കിടക്കുക. അല്ലാഹു പറഞ്ഞു, അതിനെ സൃഷ്ടിച്ചവനാണ് ഞാൻ. അല്ലാഹു റസൂലിനോട് പറഞ്ഞു, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം, മുഹമ്മദേ, അസ്ഹാബുൽ കഹ്ഫും റഖീമും അത് വലിയ അത്ഭുതമാണെന്നൊന്നും കരുതണ്ട, അത് നിസ്സാരമാണ്. ഖുറൈശികൾ, മക്കക്കാർ വലിയ ചർച്ചയാക്കാണ്. മുഹമ്മദിന് അറിയോ അസ്ഹാബുൽ കഹ്ഫ് എന്ന അത്ഭുതകരമായ യുവാക്കളെ കുറിച്ച് അറിയോ എന്നവർ താങ്കളോട് ചോദിക്കുന്നു. മുഹമ്മദേ, അവർ വലിയ ദൃഷ്ടാന്തമൊന്നല്ല, നിസ്സാരമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുവാക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിന് പഠിപ്പിക്കുക, അല്ലാഹുവിന്റെ റസൂലിന് പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ യുവത്വം ദീനല്ലാത്ത രൂപത്തിൽ ചെലവഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ബുദ്ധിയും കൂർമ്മതയും അല്ലാഹുവിനെതിരെ പ്രയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ, തണ്ടും തടിയും ദുനിയാവിന്റെ ഭൗതികമായ ആവശ്യങ്ങൾക്കും സൗകര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ അസ്ഹാബുൽ കഹ്ഫ്, പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, നമുക്ക് മാതൃകയാവണം. നമ്മുടെ രക്തം തിളക്കുന്ന ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെത്. അത് അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞു തരാം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇദ് അവൽ ഫിത്യ, ഒരു കൂട്ടം യുവാക്കൾ അവർ അഭയം പ്രാപിച്ചപ്പോൾ, ഇലൽ കഹ്ഫി, ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. അല്ലാഹു പറയാ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. ഏ അല്ലാഹ്, നിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹം നമുക്ക് വേണം. നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കാനുള്ള വഴി നീ സൗകര്യപ്പെടുത്തി തരണമല്ല. ദഖിയാനൂസ് എന്ന് പറയുന്ന അക്രമിയായ രാജാവ് ഭരിക്കുന്ന കാലം, ആ രാജാവ് ക്രിസ്ത്യാനികളല്ലാത്തവരെയെല്ലാം കൊല്ലാൻ തീരുമാനിച്ച കാലം, നസാറാക്കളല്ലാത്തവരെയെല്ലാം കൊല്ലാൻ തീരുമാനിച്ച കാലം. 7 യുവാക്കൾ അവർ തീരുമാനിക്കുകയാണ്, നമ്മൾ മതം മാറുന്ന പ്രശ്നമില്ല. അല്ലാഹു പറഞ്ഞു, വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ ഞാൻ കെട്ടുറപ്പ് നൽകി. അവരുടെ ഹൃദയത്തിന് നാം കെട്ടുറപ്പ് നൽകി. വറബത്നാ അലാ ഖുലൂബിഹിം. അപ്പോ ഇദ് ഖാമു, അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ ഫഖാലു, അവർ പറയുകയും ചെയ്തപ്പോൾ, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, നമ്മുടെ റബ്ബ് അത് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച റബ്ബാണ്. നമ്മുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച റബ്ബാണ്. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ. അവർ പറയാ, ആ ചെറുപ്പക്കാര് എഴുന്നേറ്റ് നിന്നിട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു കൊടുക്കുക. മുഹമ്മദേ, ആ യുവാക്കൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, നമ്മുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, അവനെയല്ലാതെ ആരാധിക്കുന്ന പ്രശ്നമില്ല, അവനെയല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല, അവനെയല്ലാതെ മറ്റൊരു ഇലാഹിനെയും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. അങ്ങനെ എങ്ങാനും നമ്മൾ ചെയ്താൽ, അല്ലാഹുവിനെ അല്ലാത്തവരെ എങ്ങാനും നമ്മൾ വിളിച്ചാൽ, അവരെ എങ്ങാനും നമ്മൾ പ്രാർത്ഥിച്ചാൽ,
ഈ ദഖ്യാനൂസ് എന്ന് പറയുന്ന രാജാവിനെ എങ്ങാനും അംഗീകരിച്ച് ജീവിതത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഈ മതത്തെ നമ്മൾ ഒഴിവാക്കിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഒഴിവാക്കിയാൽ, ലഖദ് ഖുൽനാ ഇദൻ ശതത, നമ്മൾ വലിയ അക്രമം സംസാരിച്ച ആളായി പോകും, നമ്മൾ വലിയ തെറ്റ് ചെയ്ത ആളായി പോകും. അതുകൊണ്ട് വേണ്ട, നമ്മൾ അല്ലാഹുവിനെ മാത്രമേ വിളിക്കൂ. നമ്മുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച റബ്ബാണ് എന്ന് ആ യുവാക്കൾ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ച സന്ദർഭം, വറബത്നാ അലാ ഖുലൂബിഹിം, മുഹമ്മദേ നാം അവരുടെ ഹൃദയത്തിന് കെട്ടുറപ്പ് നൽകി, ഉറപ്പിച്ചു. അല്ലാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ നാം അവർക്ക് കെട്ടുറപ്പ് നൽകി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫളറബ്നാ അലാ ആദാനിഹിം, നാം അവരെ ഉറക്കി, അവരുടെ കാതുകളെ നാം അടച്ചു, അവരുടെ കാതുകളെ നാം അടച്ചു. അവർ ഗുഹയിലേക്ക് പോയി. ഈ രാജാവ് കൊല്ലാൻ ആളുകളെ പറഞ്ഞയച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ യുവാക്കൾ ആകെ ബേജാറിലായി. അങ്ങനെ അവര് പരസ്പരം ചർച്ച ചെയ്തപ്പോൾ അവര് പറഞ്ഞു, അപ്പുറൊരു ഗുഹ ഉണ്ട്, നമുക്ക് തൽക്കാലം അവിടെ പോകാം, തൽക്കാലം രാജാവിന്റെ കണ്ണിൽ നിന്ന് തെറ്റാൻ, തൽക്കാലം നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് ആ ഗുഹയിലേക്ക് മാറി ഒളിച്ചിരിക്കാം. അങ്ങനെ ഗുഹയിലേക്ക് പോയതാണ്. അവരുടെ സംസാരം അല്ലാഹു കേൾക്കുന്നുണ്ടായിരുന്നു, അവരുടെ തീരുമാനങ്ങൾ അല്ലാഹു അറിയുന്നുണ്ടായിരുന്നു. അല്ലാഹു പറഞ്ഞു, നാം അവരെ സംരക്ഷിച്ചു. ഫളറബ്നാ അലാ ആദാനിഹിം, ഒന്ന് ഒളിക്കാൻ പോയ ആ അസ്ഹാബുൽ കഹ്ഫിനെ നാം ഉറക്കി. അല്ലാഹു പറയാ, സിനീന അദദ, സിനീന അദദ, എണ്ണപ്പെട്ട വർഷങ്ങൾ. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യം, അവർ 300 വർഷം അവർ ഉറങ്ങി. ചന്ദ്രവർഷക്കണക്കനുസരിച്ച് 300 വർഷം അവർ ഉറങ്ങി. സൂര്യവർഷക്കണക്കനുസരിച്ച് 309 വർഷം അവർ ഉറങ്ങി. 309 വർഷം ഒരു ഗുഹയിൽ അവർ ഉറങ്ങി. അള്ളാഹു അവരെ ഉറക്കി. എന്നിട്ട് അള്ളാഹു പറയാണ്, ഹഉലായി, അക്കൂട്ടം ആളുകൾ, ആ ക്രിസ്ത്യാനികളായ രാജാവും രാജാവിന്റെ പട്ടാളക്കാരും, ആ പട്ടാളക്കാരെ കുറിച്ചും ആ രാജാവിനെ കുറിച്ചും ആ 7 യുവാക്കൾ പറഞ്ഞ വാക്കുകൾ അല്ലാഹു വീണ്ടും ആവർത്തിക്കുകയാണ്. ഹഉലാഇ ഖൗമുൻ ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ. അല്ലാഹു ആവർത്തിക്കുകയാണ് അവർ പറഞ്ഞ വാക്ക്. ഹഉലാഇ, ഇക്കൂട്ടം ആളുകൾ, ഇക്കൂട്ടം ആളുകൾ, ക്രിസ്ത്യാനികളായ, അല്ലാഹുവിന്റെ ഏകദൈവത്തിൽ നിന്നും വിട്ടുപോയ, അല്ലാഹുവിന്റെ തൗഹീദിനെ അംഗീകരിക്കാത്ത, അല്ലാഹുവിന്റെ കൂടെ അല്ലാഹു അല്ലാത്തവരെയും വിളിച്ച് തേടാമെന്ന് വാദിക്കുന്ന ഇക്കൂട്ടം ആളുകൾ, മിൻ ദൂനിഹി ഇലാഹ, അല്ലാഹുവിന് പുറമെ മറ്റ് ഇലാഹുകളെ അവരുണ്ടാക്കി. എന്നിട്ട് പറയാ, ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, എന്താണ് അവർ തെളിവ് കൊണ്ടുവരാത്തത്? ഈ വാക്കിലെ ചർച്ച ചെയ്യാണ്. എന്താണ് അവർ തെളിവ് കൊണ്ടുവരാത്തത്? എന്താണ് ഈ പറഞ്ഞ ആളുകൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടാമെന്നതിന് തെളിവ് ഹാജരാക്കാത്തത്? സംസാരമുണ്ടായി, തെളിവ് വേണം. അല്ലാഹു അല്ലാത്തവരെ വിളിക്കാമെന്നും അവരോട് ചോദിക്കാമെന്നും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു അല്ലാത്ത മറ്റുള്ളവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട് ഈ യുവാക്കൾ തെളിവ് ചോദിച്ചു. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, എന്താണ് ഇവർ തെളിവ് കൊണ്ടുവരാത്തത്? തെളിവ് ഹാജരാക്ക്. ഇന്നും നമ്മൾ ചോദിക്കുന്നതാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ കഥ പറഞ്ഞു തന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ കഥ നമുക്ക് രോമാഞ്ചം കൊള്ളണം. ആ ചരിത്രത്തിൽ നമുക്ക് പാഠമുണ്ടാവണം. നമ്മുടെ യുവത്വം തൗഹീദിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. നമ്മുടെ നാക്കിന്റെ ഊക്ക് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വഹദാനിയത്തിന് വേണ്ടി ചെലവഴിക്കണം. സംസാരിക്കേണ്ട ചാരക്കാരുടെയിലേക്ക് കയറി ചെല്ലണം. നാം ആരെ പേടിച്ചിരിക്കുക? ഒരു രാജകൂടമാണ്, ഭരണകൂടമാണ്. 7 യുവാക്കൾക്കെതിരെ പട്ടാളക്കാരെ പറഞ്ഞയച്ചത് കൊല്ലാൻ. എല്ലാവരും പതറിയില്ല. അല്ലാഹുവിനെ അല്ലാതെ വിളിക്കുന്ന പ്രശ്നമില്ല. അത് ഏത് രാജാവായാലും ശരി, എന്ത് വന്നാലും ശരി, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ തൗഹീദിനെതിരെ സംസാരിക്കാൻ ഒരു നിലക്കും വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറല്ല എന്ന് തീരുമാനിച്ച 7 ചെറുപ്പക്കാർ നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് ആരാധനാ മനോഭാവത്തോടുകൂടി കാണാൻ ഇന്ന് ആരാധിക്കുക ഏതോ ഒരു ജൂതനെ, കാൽപന്ത് തട്ടുന്ന ഏതോ ഒരു ജൂതനെ ആരാധിക്കുക. അവന്റെ ബേക്കിലാണ്. ഒരു ദിവസം അവന്റെ പേര് എത്ര പ്രാവശ്യം പറയും? ആ നസ്രാണിയുടെ, ആ ജൂതന്റെ പേര് എത്ര പ്രാവശ്യം പറയും മുസ്ലിമേ നിന്റെ നാവ് കൊണ്ട്? എത്ര പ്രാവശ്യം അവന്റെ ഫദായിൽ പറഞ്ഞു? എത്ര പ്രാവശ്യം അവന്റെ മദഹ് പറഞ്ഞു? ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ആ ജൂതന്റെ പേര് വിട്ടു മുസ്ലിമിന്റെ നാവ്? അവന്റെ ഫദായിൽ പറയാൻ,
അവന്റെ ആവേശം പറയാൻ, അവന്റെ കഴിവ് പറയാൻ. അതേ സ്ഥാനത്ത് തൗഹീദിനെ കുറിച്ച് എത്ര വശം പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ച് എത്ര വശം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്ര വശം പറഞ്ഞു. കൂട്ടുകാരെ, പരസ്പരം നിങ്ങൾ എത്ര പ്രാവശ്യം തർക്കിച്ചു തൗഹീദിന് വേണ്ടിയിട്ട്? എത്ര പ്രാവശ്യം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അബൂബക്കറിനെ കുറിച്ച് സംസാരിച്ചു നിങ്ങൾ? എത്ര പ്രാവശ്യം ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് സംസാരിച്ചു നിങ്ങൾ? ഏതോ കാൽപന്ത് തട്ടുന്ന ജൂതിനെ കുറിച്ച് വാചാരമായില്ലേ നിങ്ങൾ? അല്ലെ? അതിന് നിങ്ങൾക്ക് നാക്കിന് ഊക്കുണ്ട്, അതിന് നിങ്ങൾക്ക് ശൗര്യമുണ്ട്. ആ വിഷയം സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങളുടെ ഫാൻസ് ആയിട്ട് കാണുന്ന ജൂതിനെ പറയുമ്പോൾ നിങ്ങൾക്ക് രോഷമുണ്ട്. എന്തേ ആ രോഷം നിങ്ങൾക്ക് തൗഹീദിനെതിരെ സംസാരിക്കുന്നവരോട് കാണുന്നില്ല? എന്തേ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ? വിദഅത്തുകൾ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് ആ രോഷം കാണുന്നില്ല? അല്ലാഹുവിന്റെ തൗഹീദിനെ പച്ചയായിട്ട് പരിഹസിക്കുന്ന, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ കളിയാക്കുന്ന നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ശിയാക്കളോട് എന്താ നിങ്ങൾക്ക് ആ രോഷമില്ല? എന്റെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച നാം ഈ കണ്ട 7 യുവാക്കളുടെ ആ കഥയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ആ തൗഹീദിന്റെ ആവേശമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ പോയി? നമുക്ക് നാവിന് നോക്കില്ല എന്ന് പറയരുത്. നിങ്ങൾ ഏതോ ഒരു ചോദ്യനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, തൗഹീദ് പറയാൻ, സുന്നത്ത് പറയാൻ, ബിദ്അത്തിനെതിരെ സംസാരിക്കാൻ 4 ആൾ കൂടി തൗഹീദിന്റെ ചർച്ചയുണ്ടാകുമ്പോ ഞാനിതിനില്ല, ഇതൊന്നും സംസാരിക്കാനുള്ള താക്കത്തൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവൻ അവൻ ഏതോ ചോദ്യനെ കുറിച്ച് മണിക്കൂറുകൾ സംസാരിക്കാം. കൂട്ടുകാരുടെ കൂടെ സംസാരിക്കാനിരുന്നാൽ ഇതുവരെയില്ലാത്ത ആവേശം ഒരു സഹാബിനെ കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ, ലോകത്തിന്റെ നായകൻ പ്രിയപ്പെട്ട ഹബീബിനെ കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ, ആ നാവ് കൊണ്ട് ദീനിന്റെ തൗഹീദിനെ കുറിച്ചൊന്ന് വാചാലമായിരുന്നെങ്കിൽ ഇല്ല. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തുന്നു. ഒരു ഭരണകൂടം ആ ചെറുപ്പക്കാരെതിരെ തിരിഞ്ഞു. അല്ലാഹു പറയാ, അവർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിനെ അല്ലാതെ വിളിച്ചു തേടുന്ന പ്രശ്നമില്ല, അല്ലാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല. ചില ആളുകൾക്ക് പേടി, നാട്ടുകാർ ബഹിഷ്കരിക്കുമോ, നാട്ടുകാർ ഒറ്റപ്പെടുത്തുമോ? ഏതാ കാലഘട്ടം ഇത് പ്രിയപ്പെട്ടവരെ? എന്തിനാ സൗകര്യമില്ലാത്തത്? എന്നിട്ടും മുടന്ത ന്യായം പറയുന്നു ചിലർ. നാട്ടുകാർ ഒറ്റപ്പെടുത്തി എന്താ ചെയ്യുക? നാട്ടുകാർ ബഹിഷ്കരിക്കുമോ എന്ന് പേടിച്ചിട്ട് മുടന്ത ന്യായം പറഞ്ഞിട്ട് തൗഹീദിനെ ഒളിപ്പിച്ചു വെക്കുന്നു ചിലർ. എന്തിന്? ഗുഹാവാസികളായ 7 ആൾക്കാരുടെ ആർജവം കാണിക്കുക പ്രിയപ്പെട്ടവരെ. ജാറക്കാരുടെയും മഖബറക്കാരുടെയും ഷിയാക്കളുടെയും ഇടയിൽ ധൈര്യമായിട്ട് നമ്മൾ പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്ക്. അല്ലാഹുവിനെ അല്ലാതെ ഒരു ജാറത്തെയും പരിഗണിക്കുന്ന പ്രശ്നമില്ല എന്ന്. അല്ലാഹുവിനെ അല്ലാതെ ഒരു വലിയനെയും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പ്രശ്നമില്ലെന്ന്. അല്ലാഹുവിനെ അല്ലാതെ ആ സ്ഥാനത്തേക്ക് ഒരു നബിയെയും പരിഗണിക്കുന്ന പ്രശ്നമില്ലെന്ന്. അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഒരു ജാറത്തെയും അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് ധൈര്യത്തോടെ പറ. അതിനുള്ള ചെങ്കൂറ്റം ഉണ്ടാക്കിയെടുക്ക്, രക്തത്തിൽ അതിനുള്ള ആവേശം ഉണ്ടാക്കിയെടുക്ക്. അവിടെയാണ് നമുക്ക് ആവേശം വേണ്ടത്. അവിടെയാണ് നമ്മുടെ രക്തം തിളക്കേണ്ടത്. അല്ലെങ്കിൽ ഏതോ ചോദ്യത്തിന് വേണ്ടി സംസാരിക്കാനല്ല. അതെ, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 7 ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞു, വറബത്നാ അലാ ഖുലൂബിഹിം. അവർ ഒരുങ്ങിയപ്പോൾ നാം അവർക്ക് കെട്ടുറപ്പ് നൽകി. അല്ലാഹ് നമുക്ക് കെട്ടുറപ്പ് തരും. സ്ഥൈര്യം ഈ ഭൂമിയിൽ അല്ലാഹ് തരും. ധൈര്യം അല്ലാഹ് തരും. നമ്മളെ കണ്ട പേടിക്കും ഷിയാക്കൾ. നമ്മളെ കണ്ടാൽ നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങിയാൽ വെറുക്കുന്നവർ. നമ്മൾ തൗഹീദിന്റെ ആളുകളായാൽ ചില മൗലവിമാർക്ക് അവര് പഠിക്കാൻ തുടങ്ങിയപ്പോ അവര് ചാരങ്ങളെ കുറിച്ചും മഖബറകളെ കുറിച്ചും അതിന്റെ പിന്നാമ്പുറം തേടി അവർ പഠിക്കാൻ ഒരുങ്ങിയപ്പോൾ ചില സത്യങ്ങൾ വെളിപ്പെട്ടു തുടങ്ങി. ഇതൊക്കെ മായാവിക്കഥകളാണല്ലോ എന്ന് ബോധ്യപ്പെട്ടു തുടങ്ങി. പക്ഷെ അവർക്ക് പേടി, സലഫി എന്ന ആളുകൾ ആരോപിക്കുമോ എന്ന്, വഹാബി എന്ന് ജനങ്ങൾ വിളിക്കുമോ എന്ന് പേടി. എന്നിട്ട് പിന്തിരിയ. ആർക്കാണ് പ്രിയപ്പെട്ടവ ഈ ചരിത്രം? ആർക്കാണ് ഈ കഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല ധൈര്യം നൽകിയ
അള്ളാഹു നിലനിർത്തിയ 309 വർഷം ആ ഭരണകാലഘട്ടം പൂർണ്ണമായും കഴിഞ്ഞ് കാലഘട്ടം മാറി മാറി വന്ന് 309 വർഷത്തിന് ശേഷം കണ്ണു തുറന്നപ്പോൾ ആ 7 പേരെയും സ്വീകരിച്ചാനയിച്ച് അവരുടെ പേരിൽ പള്ളി പണിതു. ആ കാലഘട്ടത്തിലുള്ള ആളുകൾ, ആ കാലഘട്ടത്തിലേക്ക് അള്ളാഹു എത്തിച്ചു അവരെ. അള്ളാഹു പറഞ്ഞു, മുഹമ്മദേ, നിനക്ക് സൂര്യനെ കാണാം, നിനക്ക് സൂര്യനെ കാണാം. ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാതൽ യമീൻ വദാതൽ ശിമാൽ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ സൂര്യന്റെ വെളിച്ചം ആ ഉറങ്ങിക്കിടക്കുന്ന 7 യുവാക്കളുടെ മുഖത്ത് തട്ടി അവർ ഉണരാതിരിക്കാൻ മുഹമ്മദേ, ഞാൻ സൂര്യനെ തെറ്റിച്ചു കളഞ്ഞു. സൂര്യന്റെ ഉടമസ്ഥൻ അല്ലാഹ്. സൂര്യ വെളിച്ചം തട്ടി ആ ഗുഹക്കകത്തേക്ക് സൂര്യ വെളിച്ചം തട്ടി ആ ഉറങ്ങിക്കിടക്കുന്ന യുവാക്കൾക്ക് എന്തെങ്കിലും ഉറക്കത്തിന് പ്രയാസം വരാതിരിക്കാൻ നാം സൂര്യന്റെ പ്രകാശത്തെ തട്ടി അത് അസ്തമിക്കുമ്പോഴും അത് ഉദിക്കുമ്പോഴും അതിന്റെ വെളിച്ചത്തെ ഞാൻ ഗുഹയുടെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും മാറ്റി മുഹമ്മദേ. അവർ അല്ലാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ മുഹമ്മദേ, അവരെ നിങ്ങൾക്ക് കാണാം. പറഞ്ഞെടുക്ക, കഥ പറഞ്ഞെടുക്ക. അവരെ എങ്ങാനും ഗുഹാപുറത്ത് വന്ന് ഗുഹാമുഖത്ത് വന്ന് എത്തി നോക്കുകയാണെങ്കിൽ അവർ ഉണർന്നിരിക്കുന്നത് പോലെ നിനക്ക് തോന്നും. അവരാകട്ടെ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന ആ 7 യുവാക്കളെ പുറത്തു നിന്ന് നോക്കിയാൽ അവര് ഉണർന്നിരിക്കാൻ തോന്നും. അവര് മറിഞ്ഞും തിരിഞ്ഞും അനങ്ങിയും ഉറങ്ങി 309 വർഷം അവരുറങ്ങി. എന്തിനവരുറങ്ങി? അതാ പറഞ്ഞത് അല്ലാഹു. അതൊന്നും വലിയ അത്ഭുതമല്ല മുഹമ്മദേ. അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാൻ അവരൊരുങ്ങിയപ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ അവരൊരുങ്ങിയപ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഏകാധിപത്യത്തെ അംഗീകരിക്കാൻ അവരൊരുങ്ങിയപ്പോൾ അള്ളാഹു അവർക്ക് ധൈര്യം നൽകി. സർവ്വതും അള്ളാഹു നൽകി. കാലഘട്ടം എത്ര കഴിഞ്ഞിട്ടും ഇന്നും അവർ ഓർക്കുമാറ് ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഏതൊരുത്തനും ആ 7 യുവാക്കളെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല. ആ 7 യുവാക്കളുടെ ആ തൗഹീദിനെ പറയാതെ പരിശുദ്ധ ഖുർആൻ ഓതി പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 7 യുവാക്കളുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവേശം അത് ഖുർആനും ഖുർആനിന്റെ കഥയുമാണ്. നമ്മളുടെ നമുക്ക് ഫാൻസ് ആക്കാനും അതേപോലെ തന്നെ നമുക്ക് മാതൃകയാക്കാനും നമുക്കുള്ളത് സഹാബാക്കളാണ്. മുൻകാലത്ത് കഴിഞ്ഞു പോയ ദീനിന് വേണ്ടി പടവെട്ടിയ തൗഹീദിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ചവരാണ് നമുക്ക് മാതൃകയാക്കാനുള്ളത്. എന്തേ അവരുടെ വിഷയത്തിൽ നമുക്കൊരു ആവേശമില്ല? ഉണ്ടാവണം. ചെറുപ്പക്കാര് ആ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ തൗഹീദിനെ പറ്റി സംസാരിച്ചു തുടങ്ങണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് സംസാരിച്ച പ്രായം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇബ്രാഹിം നബി അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെയെല്ലാം കോടാലി കൊണ്ട് തകർത്ത് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ട് നാട്ടുകാരെല്ലാവരും അങ്ങാടിയിൽ ഉത്സവത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ട രംഗം എല്ലാം തകർത്ത് തരിപ്പിടമാക്കിയിരിക്കുന്നു. ഒരു വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ടിരിക്കുന്നു. അവിടെ ചർച്ചയായി ഇതാരാ ചെയ്തത്? ആ സമയത്ത് അവര് പറഞ്ഞു, ജനങ്ങൾ പറഞ്ഞു, സമിഅനാ ഫതൻ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യുഖാലു ലഹു ഇബ്രാഹിം, അവന്റെ പേര് ഇബ്രാഹിം എന്നാണ്, അവനാണെന്ന് തോന്നുന്നത് ചെയ്തത്. അള്ളാഹു അവിടെ പ്രയോഗിച്ച വാക്ക് സമിഅനാ ഫതൻ, ഒരു ചെറുപ്പക്കാരൻ. എവിടെ ചെറുപ്പക്കാരൻ? എവിടെ? ദീനിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ എവിടെ? തൗഹീദിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ എവിടെ? സുന്നത്തിന് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ എവിടെ? ദീനിന്റെ ദഅവത്തിന് വേണ്ടി ആളുകൾക്കിടയിൽ ഇറങ്ങാൻ, അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് സുന്നത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് സഹാബാക്കളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ, ദീനിയായ ആവേശം അവർക്ക് പകരാൻ എവിടെ? നിങ്ങൾ ഏതോ ജൂതന്റെ പിന്നിലാണ്, നിങ്ങൾ ഏതോ നസ്രാണിയുടെ പിന്നിലാണ്. നിങ്ങളുടെ സംസാരം മുഴുവനും അവരെ കുറിച്ചാണ്.
നിങ്ങളുടെ ചിന്ത മുഴുവനും അവരെ കുറിച്ചാണ്. ആ സഹാബാക്കളുടെ വീര കഥകൾ പറയാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും ഇന്ന് ചെറുപ്പക്കാരില്ല, യുവാക്കളില്ല. അതുകൊണ്ട് നമുക്ക് ചിന്ത വേണം, നമ്മൾ മാറി ചിന്തിക്കണം. ഇതല്ല യഥാർത്ഥമായ ആവേശമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം എത്തിയിരിക്കുന്നു. എന്റെ ആവേശം അത് തൗഹീദാണ്, എന്റെ ആവേശം അതെന്റെ മതമാണ്, എന്റെ മതം ഇസ്ലാമാണ്. അത് ജനങ്ങളെ പഠിപ്പിക്കുകയും അതിന്റെ മൂല്യം ലോകത്ത് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ യുവാവായ, ഈ ചെറുപ്പക്കാരനായ എന്റെയും ഉത്തരവാദിത്തമാണ്. എന്റെ ബുദ്ധി അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടണം, എന്റെ ചിന്ത അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടണം, എന്റെ ആരോഗ്യം അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടണം, എന്റെ സമയം അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടണം എന്ന ചിന്തയിലേക്ക് നമ്മൾ മടങ്ങണം. ആ രൂപത്തിൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും സജ്ജമാവണം. ദഅവത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ദീനിന്റെ ദഅവത്തിന് വേണ്ടിയും അതിന്റെ പ്രചാരണത്തിന് വേണ്ടിയും എന്നാൽ കഴിയുന്നതെന്തോ ഈ കഴിഞ്ഞ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരുങ്ങണം എന്ന് നാം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, രണ്ടാമതും അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാം യുവത്വത്തിന് വലിയ പ്രാധാന്യം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരാക്കാൻ അള്ളാഹു എടുത്ത പ്രായം അത് 40 വയസ്സാണ്. 40 വയസ്സാണ്. പണ്ഡിതന്മാർ പറഞ്ഞു 40 വയസ്സ് എന്നുള്ളത് ഒരു മനുഷ്യന്റെ പക്വതയും പാകതയും പൂർണ്ണമാകുന്ന പ്രായമാണ്. എല്ലാ നിലക്കും ബുദ്ധിയും ചിന്തയും കഴിവും പൂർണ്ണമാകുന്ന പ്രായം അത് 40 വയസ്സാണ്. തുഫൂലത്ത് ചെറിയ പ്രായം എന്നുള്ളത് ജനിച്ചത് മുതൽ 14 വയസ്സ് വരെയാണ്. ഷബാബ് യുവത്വം, പണ്ഡിതന്മാർ യുവത്വത്തെ എണ്ണിയ പ്രായം അത് 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് യുവത്വം. ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കാൻ എടുത്ത പ്രായവും അതിന്റെ പൂർണ്ണമായ പ്രായമാണ് 40 വയസ്സ്. ബലഗ അശുദ്ധ, ഖുർആനിൽ ബലഗ അശുദ്ധ, അവൻ പൂർണ്ണനായപ്പോൾ, പാകമുള്ളവനായപ്പോൾ എന്ന് ഇസ്മായിൽ നബിയെ കുറിച്ച് പറഞ്ഞു, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞു, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞത് 40 വയസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച സഹാബാക്കൾ ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാവരും ഷബാബാണ്, യുവാക്കളാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന പ്രായം 26 വയസ്സാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച പ്രായം 26 വയസ്സാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച പ്രായം 33 വയസ്സാണ്. കിളവന്മാരെല്ലാരും വയസ്സായി വടിയും കൊത്തി നടക്കുന്ന സമയത്തല്ല അല്ലാഹു റസൂലിന്റെ അടുക്കലേക്ക് അവർ വന്നത് ഇസ്ലാം സ്വീകരിക്കാൻ, ചോര തിളക്കുന്ന സമയം. ഉമർ റളിയല്ലാഹു അൻഹുവിന് 30 വയസ്സ് തികഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈ കണ്ട കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലുണ്ടായ സർവ്വ സംഭവങ്ങളും 26 വയസ്സിന് മുമ്പാണ്. 26 വയസ്സാകുമ്പോഴേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ തൗഹീദിന്റെ കൊടിയുടിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് പറയവേ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 37ാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി,
ആ നബൂവത്ത് പറയാൻ തുടങ്ങിയ ആദ്യ സമയം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. എല്ലാവരും ചെറുപ്പക്കാരാണ്. മിസ്അബ് ഇബ്നു ഉമൈർ വലിയ പണക്കാരനായ തന്റെ ഉപ്പ, വലിയ പണക്കാരൻ, പണത്തിൽ മൂടി ജീവിക്കാൻ. മിസ്അബ് ഇബ്നു ഉമൈർ അടിച്ച അത്തറിന്റെ മണം ആസ്വദിക്കാൻ കാതങ്ങളോളം സ്ത്രീകൾ വരി നിൽക്കുമത്രേ. മിസ്അബ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മിസ്അബ് അടിച്ച സുഗന്ധം അത് കാതങ്ങളോളം അടിച്ചു വീശും. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്ന വസ്ത്രം ആ നാട്ടിൽ ആരും ധരിക്കാത്ത വില കൂടിയ വസ്ത്രം ധരിക്കുമത്രേ. പക്ഷേ ഈ പറയുന്ന എല്ലാ സുഖങ്ങളെയും ത്യജിച്ച് ഒഴിവാക്കി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച പ്രായം 24 വയസ്സ്. 24 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഇക്കണ്ട സൗകര്യങ്ങളെല്ലാം ഒഴിവാക്കി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടിയത്. അവസാനം വീട്ടിൽ നിന്ന് ഓടുന്ന സമയത്ത് തടങ്കലിട്ടു ഉമ്മ. മിസ്അബ് റളിയല്ലാഹു അൻഹു ഉമ്മയെ തടങ്കലിട്ടു, ഭക്ഷണം കൊടുക്കാതെ. അവസാനം ഒളിച്ച് ചാടിപ്പോവുകയായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. വീട്ടിൽ നിന്ന് ചാടിപ്പോവുക. ആ സമയത്ത് ധരിക്കാൻ വസ്ത്രമില്ലായിരുന്നു. ഓടുന്ന കണ്ട ബാപ്പാക്ക് ദയ തോന്നിയിട്ട് ബാപ്പ എറിഞ്ഞു കൊടുത്ത ഒരു തുണിയും എടുത്താണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് രാത്രി എത്തുന്നത്. എന്റെ ഹബീബിന്റെ അടുക്കൽ എനിക്ക് പോണെന്നും പറഞ്ഞിട്ട്. ചെറിയ പ്രായത്തിലാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് മദീനയിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പേ മിസ്അബ് ഇബ്നു ഉമൈർ മദീനയിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ ഒരു പറ്റം മുസ്ലിമീങ്ങളെ സജ്ജമാക്കി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ചരിത്രം 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ മദീനയിൽ വന്നിട്ടുണ്ടാക്കിയെടുത്ത നവോത്ഥാനം. അള്ളാഹുവിന്റെ റസൂൽ വരുമ്പോഴേക്ക് ഗോത്രങ്ങളും ജൂതഗോത്രങ്ങളും മുനാഫിക്കുകളും നിറഞ്ഞ മദീനയിൽ നിന്ന് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച അള്ളാഹുവിന്റെ റസൂൽ വരുമ്പോൾ ത്വലഅൽ ബദ്റു പാടാൻ ഒരു പറ്റ മുസ്ലിമീങ്ങളെ സജ്ജമാക്കി മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ റസൂലിന്റെ പട്ടാളക്കാർ. അള്ളാഹുവിന്റെ റസൂലിന്റെ ചുറ്റും പരിശുദ്ധമായ ദീന് കേൾക്കാൻ ഇരുന്നവർ ചെറുപ്പക്കാർ. അവരുടെ ബുദ്ധിയും അവരുടെ തന്റേവരവും അവരുടെ കഴിവും അവരുടെ ശക്തിയും പരിശുദ്ധമായ ദീനിന് വേണ്ടി അവർ ചെലവഴിച്ചു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യങ്ങൾക്ക് മുമ്പേ നിങ്ങൾ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതിൽ ഒന്ന് ശബാബക ഖബ്ല ഹറമിക. നിങ്ങളുടെ യുവത്വം അത് നിങ്ങളുടെ വാർദ്ധക്യത്തിന് മുമ്പേ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ചെയ്യേണ്ടതെന്തോ ഇപ്പോഴേ ചെയ്യുക, പിന്നീട് അവസരം കിട്ടിക്കൊള്ളുന്നില്ല. പിന്നീട് ഓടാൻ കാലുകൾക്ക് ആവതുണ്ടാവണമെന്നില്ല. പിന്നീട് ചെലവഴിക്കാൻ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണമെന്നില്ല. പിന്നീട് സംസാരിക്കാൻ നാക്കിന് ഊക്കുണ്ടാവണമെന്നില്ല. പിന്നീട് പ്ലാൻ ചെയ്യാൻ ബുദ്ധിക്ക് ധൈര്യം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുവത്വത്തിന്റെ സമയത്ത്, പ്രസരിപ്പുള്ള സമയത്ത് ദീനിന് വേണ്ടി എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ചെയ്യുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഉത്റുക അസറൻ ഖബ്റ റഹീൽ. നിന്റെ മരണത്തിന് മുമ്പ് എന്തെങ്കിലും ബാക്കിയാക്കിയിട്ട് പോ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് തൗഹീദ് പ്രചരിപ്പിക്കണം. നമുക്ക് സുന്നത്ത് പ്രചരിപ്പിക്കണം. അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് പഠിപ്പിക്കണം. സാധാരണക്കാർക്ക് അറിയാത്ത പാവങ്ങൾ ഒരുപാട് ഇന്നും ജാറത്തിന്റെ വഴിയിലാണ്. അവർക്കറിയില്ല, പാവങ്ങളാണ് അവർ, സാധുക്കളാണ്, വിവരമില്ലാത്ത സാധുക്കളാണ്. ഒരു കൂട്ടം പൗരോഹിത്യം അവരുടെ ബുദ്ധിയെ ചൂഷണം ചെയ്ത്, അവരറിവില്ലായ്മയെ ചൂഷണം ചെയ്ത്, ആ പൗരോഹിത്യത്തിന്റെ കീഴിൽ അവരെ തളച്ച് ചെങ്ങലക്കിട്ടിരിക്കുകയാണ്. ആ ചെങ്ങലയിൽ നിന്നും അവരെ മോചിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പൗരോഹിത്യത്തിന്റെ ചാരക്കാരുടെ അടുക്കൽ നിന്നും ആ പാവപ്പെട്ട സാധാരണക്കാരെ തൗഹീദിന്റെ പ്രകാശം നുകർന്നു കൊടുത്ത്, സുന്നത്തിന്റെ പ്രകാശം പഠിപ്പിച്ചു കൊടുത്ത് അവരെ ആ അന്ധകാരത്തിൽ നിന്നും രക്ഷിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ചെയ്തില്ലെങ്കിൽ അവരോട് നമ്മൾ ചെയ്യുന്ന അക്രമമാണത്.
അതുകൊണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. സംസാരിക്കാൻ അറിയുന്നവരെ നമുക്ക് സംസാരിക്കാനുണ്ട്, നമുക്ക് ചർച്ചകളിൽ പങ്കെടുക്കാനുണ്ട്, സമ്പത്തുള്ളവരെ നമുക്ക് ചെലവഴിക്കാനുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് പൈസ കൊണ്ടുവരാൻ പറഞ്ഞു. തബൂക്ക് യുദ്ധം വല്ലാത്ത യുദ്ധമാണ്, ഭയങ്കര പ്രയാസമാണ്. ഒരുപാട് മൈലുകൾ യാത്ര ചെയ്യണം. മദീനയിൽ നിന്നും തബൂക്കിലേക്ക് പോയവർക്കറിയാം, ചൂട് വലിയ ഭയങ്കരമായ ചൂടുള്ള സമയമാണ്. തബൂക്ക് യുദ്ധത്തിന്റെ സമയം വന്നത്. പൈസ വേണം, ആയുധങ്ങൾ ശേഖരിക്കണം, പടച്ചട്ടകൾ ശേഖരിക്കണം, യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ സജ്ജമാക്കണം. സഹാബാക്കൾ കൊണ്ടുവന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്. അവരാൽ കഴിയുന്നത് കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു തആല തീരുമാനിച്ചു, ഇപ്രാവശ്യം അബൂബക്കറിനെ തോൽപ്പിക്കാൻ എനിക്ക് കിട്ടിയ അവസരമാണ്. അബൂബക്കർ കൊണ്ടുവരുന്നതിനേക്കാൾ അധികം ഞാൻ ഇന്ന് കൊണ്ടുവരും. ഉമർ റളിയല്ലാഹു തആല തന്റെ സമ്പത്തിന്റെ പകുതിയും കൊണ്ടുവന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്. എല്ലാവരും വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു, ഉമറേ നീ എന്ത് കൊണ്ടുവന്നു? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ സമ്പത്തിന്റെ പകുതിയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നോക്കാണ് അബൂബക്കറിനെ. അബൂബക്കർ എന്ത് പറയുമെന്നറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത് മറ്റൊരു രീതിയിലാണ്. എത്ര കൊണ്ടുവന്നു എന്ന് ചോദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത്, അബൂബക്കർ നീ വീട്ടിൽ എന്ത് ബാക്കിയാക്കി? അറിയാം, അല്ലാഹുവിന്റെ റസൂലിനെ അബൂബക്കറിനെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അബൂബക്കറിനെയാണ്. നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിന്റെ കവാടം തുറന്ന് സ്വർഗത്തിലേക്ക് വലതുകാലെടുത്ത് വെക്കുമ്പോ വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറിനോട് ചോദിച്ച, അബൂബക്കർ എന്താണ് ബാക്കി വെച്ചത് വീട്ടിൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി കേൾക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാതോർത്തു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വീട്ടിൽ അല്ലാഹുവും റസൂലും മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തോറ്റുപോയി ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദീനിനോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാനുള്ള സമയത്തും പ്രായത്തും ചെയ്യണം. കുറച്ച് കാലം കഴിയട്ടെ. എല്ലാം കഴിഞ്ഞ് അവസാനിരിക്കുമ്പോ നമ്മുടെ മൂക്കിലും പഞ്ഞി വെച്ച് നമ്മൾ കിടക്കും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ആരൊക്കെയോ തട്ടിയെടുക്കും, ആരൊക്കെയോ വിഭജിച്ചെടുക്കും. അവരതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയേയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ചെയ്യാനുണ്ട്. വാഹനമുള്ളവർക്ക് വാഹനം കൊണ്ട് ചെയ്യാനുണ്ട്, ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യം കൊണ്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരോഗ്യത്തെ, സമയത്തെ, യുവത്വത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി എന്തൊക്കെ യോഗ്യതകളാണോ നമുക്ക് വേണ്ടത് ആർജിച്ചെടുക്കുക, എന്തൊക്കെ അറിവുകളാണോ വേണ്ടത് ചോദിച്ച് പഠിക്കുക, ഒരുപാട് പഠിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. ഒരുപാട് പഠിക്കാനും അതിനേക്കാൾ ഉപരി അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും ഒരുപാടാണ്. അള്ളാഹു അവന്റെ കൃപ കൊണ്ട്, ഔദാര്യം കൊണ്ട് അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരട്ടെ. രോഗികളുടെ രോഗങ്ങൾ അള്ളാഹു പൂർണ്ണമായിട്ട് ശിഫ കൊടുക്കട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം അള്ളാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് വീട്ടി കൊടുക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.